ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. പാലക്കാട് കല്ലടി MS കോളേജിലെ ഫ്രഷേഴ്സ് പാർട്ടിക്കിടെ സംഘർഷം. SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയാണ് സംഘർഷത്തിൽ കലാശിച്ചത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളും 2ാം വർഷ വിദ്യാർത്ഥികളും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ആദ്യമൊരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് അവിടെ ചെറിയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ SFIയുടെ ടീമുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവുകയും അതിൻ്റെ ഭാഗമായി SFIയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള 2 വിദ്യാർത്ഥികൾ ഇവിടെ പള്ളിക്കുന്ന് വിസപ്പടിയിലുള്ള മുസ്തഫ എന്ന് പറഞ്ഞ ഒരു കളത്ത് മുസ്തഫാൻ്റെ ഒരു വീടിൻ്റെ അവിടെ വാടക താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒന്നര മാസത്തോളം കാലമായി പറഞ്ഞത് അവിടെ പ്രശ്നമുണ്ടാക്കിയ SFIയുടെ പേര് പറഞ്ഞും കൊണ്ട് തന്നെയാണ് ഇവിടെ വിസപ്പടിയിലേക്ക് വന്നിട്ടുള്ളത്. അവിടെ വന്നിട്ട് ഈ കുട്ടികളെ അന്വേഷിക്കുകയും ഈ കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് ഇവിടെ മുസ്തഫാൻ്റെ വീട്ടിൽ കയറി വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ശ്രീത്ത്, പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് DK. അതായത് ഈ MS കോളേജിൽ പുറത്താണ് SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിച്ചത്. ഇതിനിടെയാണ് ഒരു സംഘർഷം ഉണ്ടായിട്ടുള്ളത്. അത് 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്യാങ്ങും 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്യാങ്ങും തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷത്തിൽ പെട്ട ആളുകൾ തിരഞ്ഞ് SFIയുടെ നേതാക്കൾ വരികയായിരുന്നു എന്നാണ് നാട്ടുകാരുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നത്. ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾ ആ മേഖലയിൽ 1.5 മാസമായി താമസിക്കുന്നുണ്ട്. അവിടെ അന്വേഷിച്ച് വരികയും ആ വീട്ടിൽ കയറി പ്രശ്നമുണ്ടാക്കുകയും ചെയ്തുവെന്നും ആരോപണമുണ്ട്. എന്നാൽ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി പോയതാണ് എന്നാണ് അവരുടെ ഒരു വിശദീകരണമുള്ളത്. എന്തായാലും അവിടെ ഒരു സംഘർഷം ഉണ്ടായി. അതിനുശേഷം നാട്ടുകാർ ഇടപെട്ടാണ് ഇവരെ പിന്നീട് പിടിച്ചു മാറ്റിയത്. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.